പത്തനംതിട്ടയിൽ പാർട്ടി കൊടികൾ അഴിച്ചുമാറ്റിയതിന് നഗരസഭാ ശുചീകരണ തൊഴിലാളികളെ CITU പ്രവർത്തകർ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം. നഗരസഭയിലെ സൂചനാ പണിമുടക്ക് നടത്തി പ്രതിഷേധിക്കുകയാണ്. CITU നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, പത്തനംതിട്ടയിൽ എന്താണ് സംഭവിച്ചത്? നഗരസഭാ ജീവനക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യമൊക്കെ എങ്ങനെ ഉണ്ടായി? വീണ, ഇന്നലെയാണ് സംഭവം. നഗരസഭാ ചട്ടപ്രകാരം പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ കൊടികൾക്ക് നിരോധനമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ഒന്നും കൊടികൾ ഈ ടൗൺ സ്ക്വയറിന്റെ പരിസരത്ത് ഉയർത്തരുത് എന്നുള്ളതാണ് ചട്ടം. ഇത് സംബന്ധിച്ചിട്ടുള്ള കോടതി ഉത്തരവുമുള്ളതാണ്. ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി യാതൊരുവിധ കൊടികളോ തോരണങ്ങളോ ഒന്നും ഈ ഭാഗങ്ങളിൽ ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശവും ഒപ്പം തന്നെ നഗരസഭാ ചട്ടവും. ഈ ചട്ടം ലംഘിച്ചാണ് ഇന്നലെ CITU ഇവിടെ നടന്ന പരിപാടിയുടെ ഭാഗമായി വ്യാപകമായി ഈ ഭാഗങ്ങളിൽ കൊടികൾ കെട്ടിയത്. ഈ കൊടികൾ അഴിക്കാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ശുചീകരണ തൊഴിലാളികൾ ഇവിടേക്ക് എത്തി ഈ കൊടികൾ മാറ്റുന്നതിനിടയിലാണ് ഒരു സംഘം ആളുകൾ സംഘടിച്ച് എത്തി നഗരസഭാ ശുചീകരണ തൊഴിലാളികളെ മർദ്ദിച്ചത്. കേശവൻ, കുഞ്ഞുമോൻ എന്നിവർക്കാണ് ഇന്നലെ മർദ്ദനമേറ്റത്. ക്രൂരമർദ്ദനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. അതിനുശേഷം ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ അതിക്രമം നടത്തിയ നേതാക്കളെ CITU നേതാക്കൾ അടക്കമുള്ള സംഘമാണ്, 8ലധികം ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ് അതിക്രമം നടത്തിയതെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്നത്. ഇവരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം, മറ്റ് തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ ഇന്ന് ജോലി നിർത്തിവെച്ചുകൊണ്ട് സൂചനാ പണിമുടക്ക് നടത്തി പ്രതിഷേധിച്ചത്. ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ശുചീകരണ തൊഴിലാളികൾ പറയുന്നത്. ഈ ആക്രമണം നടത്തിയ CITU പ്രവർത്തകർക്കെതിരെ, നേതാക്കളടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണം, കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകണം, അവരെ അറസ്റ്റ് ചെയ്യണം. ഇതാണ് ശുചീകരണ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. നേരത്തെയും ഇത്തരത്തിൽ തന്നെ രാഷ്ട്രീയമായി ആളുകൾക്ക് ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ അവരുടെ ജോലി ചെയ്യുന്നതിനിടയിൽ അതിക്രമം തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് തുടർന്നു പോകാൻ സാധിക്കുകയില്ല. ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കർശനമായി തന്നെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ശുചീകരണ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഇനി വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമെല്ലാം നഗരസഭ ശുചീകരണ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നഗരത്തിൽ നടത്താൻ തങ്ങൾ തയ്യാറാവുകയില്ല. ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഇവരുടെ ആവശ്യം. വീണ, ഒരു ദിവസം ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതിപ്പോൾ അവരുടെ ആവശ്യം ന്യായമാണ് എന്ന രീതിയിൽ അവരവിടെ സൂചനാ പണിമുടക്ക് നടത്തുന്ന ഘട്ടത്തിൽ പോലും നമുക്കറിയാം എത്രത്തോളം നഗരത്തിൽ മാലിന്യം കുന്നുകൂടുന്നുണ്ടാകും എന്ന കാര്യം. ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ചർച്ചയോ മറ്റോ നടക്കാൻ സാധ്യതയുണ്ടോ? ഇതുവരെയും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവരവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. രാവിലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുത്തിയിരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ജോലികളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ജോലികൾ നിർത്തിവെക്കുന്നു. രാവിലെ തുടങ്ങുന്ന ജോലി പകലന്തിയോളം തുടർന്നു പോകുന്ന തങ്ങൾക്ക് നീതി ലഭിക്കണം, ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുന്നത് തടയണം, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തങ്ങളുടെ ജോലി ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കൃത്യമായ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ അകാരണമായിട്ടാണ് ഈ CITU സംഘം ഇവരെ ക്രൂരമായി മർദ്ദിച്ചത്. അത് കൃത്യമായി തന്നെ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തോടികൾ അഴിക്കുന്നതിന് വേണ്ടി അവിടേക്ക് 2 ശുചീകരണ തൊഴിലാളികൾ എത്തുന്നത്. ഈ ശുചീകരണ തൊഴിലാളികളെ അവിടേക്ക് പറഞ്ഞു വിട്ടത് നഗരസഭാ സെക്രട്ടറിയാണ്. കോടതിയുടെ ഉത്തരവുള്ളതാണ്, ചട്ടമുള്ളതാണ് അവിടെ കൊടികൾ ഉയർത്തരുത് എന്നുള്ളത്. ആ നിയമവിരുദ്ധമായി കെട്ടിയ കൊടികൾ അഴിക്കാൻ വേണ്ടി അവരുടെ ജോലിയുടെ ഭാഗമായി എത്തിയ നഗരസഭാ ജീവനക്കാരെയാണ്, ശുചീകരണ തൊഴിലാളികളെയാണ്, കേശവൻ, കുഞ്ഞുമോൻ എന്ന മധ്യവയസ്കരായിട്ടുള്ള ആളുകളെയാണ് മർദ്ദിച്ചത്. ഇതിൽ കേശവൻ എന്ന ആൾക്ക് നേരത്തെ ചില ചികിത്സാ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷൻ അടക്കമുള്ള ശസ്ത്രക്രിയ വിധേയനായി ചികിത്സയിൽ കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം വീണ്ടും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ ജോലികളുമായി ഇറങ്ങിയ ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് രൂക്ഷമായിട്ടുള്ള വേദന ഇന്നലെ അനുഭവപ്പെട്ടു. ഇപ്പോഴും ചെവിയുടെ ഒരു ഭാഗത്തു നിന്നും കൃത്യമായി കേൾക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് ഈ CITU സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഇന്ന് പുലർച്ചോളം വരെ ആശുപത്രിയിൽ ശരി, മിഥുൻ മുരളി വിവരങ്ങൾ നൽകുകയായിരുന്നു.